അപ്പോ നിങ്ങൾ തന്നെ ഈ കുറിപ്പുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഖുർആനിലെ മൂസാ നബിയുടെ കഥയിൽ നിന്നുള്ള 3 ചിന്തകളെക്കുറിച്ചാണ്. അതെ, പ്രവാചകജ്ഞാനം, മൂസയിൽ നിന്നുള്ള 3 ചിന്താപാഠങ്ങൾ എന്നൊരു രേഖയെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ആഴത്തിലുള്ള ഈ ചർച്ച. അതെ, ലക്ഷ്യമൊരു കഥ കേൾക്കുക എന്നതിലുപരി ആ സംഭവങ്ങളിൽ നിന്ന് നമ്മുടെയൊക്കെ കാഴ്ചപ്പാടുകളെ എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് കണ്ടെത്തുകയാണ്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? തീർച്ചയായും. കാരണം ഈ കുറിപ്പുകൾ പറയുന്നതുപോലെ ഖുറാനിലെ കഥകൾ വെറും ചരിത്രമല്ല, അവ ഓരോ കാലഘട്ടത്തിലെയും മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ്. അതെ, അപ്പൊ ഒന്നാമത്തെ പാഠത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇത് തുടങ്ങുന്നത് തന്നെ വളരെ ശക്തമായൊരാശയത്തിൽ നിന്നാണ്: ദൈവത്തിന്റെ കാരുണ്യം. നിങ്ങളുടെ രേഖയിൽ സൂറ ഘാഫിറിലെ, അതായത് വിശ്വാസി എന്ന അർത്ഥം വരുന്ന അധ്യായത്തിലെ ചില വാക്യങ്ങൾ ഉദ്ധരിക്കുന്നുണ്ടല്ലോ. ഉണ്ട്, 23-24 വാക്യങ്ങൾ. മൂസാ നബിയെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി ഫറവോന്റെയും ഹാമാന്റെയും കാറൂന്റെയും അടുത്തേക്ക് അയച്ചതിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. പക്ഷേ എന്താണ് സംഭവിച്ചത്? അവരദ്ദേഹത്തെ ഒരു മാരണക്കാരൻ, നുണയൻ എന്നൊക്കെ വിളിച്ച് തള്ളിക്കളഞ്ഞു. ഇവിടെയാണ് നമ്മളൊന്ന് നിർത്തി ആലോചിക്കേണ്ടത്. ഈ 3 പേര് ആരാണ്? ഈ കുറിപ്പുകളിൽ അത് കൃത്യമായി പറയുന്നുണ്ട്. ഫറവോൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ രാഷ്ട്രീയ ശക്തിയുടെ പ്രതീകമാണ്, അധികാരത്തിന്റെ അവസാന വാക്ക്. ഹാമാനാകട്ടെ അയാളുടെ ദുരുപദേശകനായ മന്ത്രി, ഒരു അധികാര ദുരുപയോഗത്തിന്റെ ആൾരൂപം. പിന്നെ ഖാറൂൻ, സമ്പത്തിന്റെ അഹങ്കാരം. അതെ, ധനികനായ അഹങ്കാരിയായ ഒരു മുതലായി. അപ്പോ ഈ അധികാരവും സമ്പത്തും ദുഷിച്ച ഉപദേശവും ഇവയെല്ലാം ചേർന്ന ഒരു കൂട്ടായ്മയിലേക്കാണ് ദൈവം ഒരു ദൂതനെ അയക്കുന്നത്. അതൊന്ന് ആലോചിക്കുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നുന്നു. നമ്മൾ സാധാരണ കേൾക്കുന്നത് തിന്മയെ നശിപ്പിക്കുന്ന ദൈവത്തെക്കുറിച്ചാണല്ലോ. ശരിയാണ്. ഇവിടെ തിന്മയെ നന്നാക്കാൻ ശ്രമിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. അതൊരു വലിയ കാഴ്ചപ്പാട് മാറ്റമാണ്. കാരണം ദൈവത്തിന് അവരെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കാമായിരുന്നില്ലേ? തീർച്ചയായും. ഒരു പ്രകൃതി ദുരന്തമോ മറ്റോ മതിയായിരുന്നു. അതായിരുന്നില്ലേ കൂടുതൽ എളുപ്പം? ദൈവം അത് ചെയ്തില്ല. ആ രേഖയിൽ പറയുന്നത് പോലെ ആദ്യം ദൈവം അവർക്ക് അവരുടെ ജീവിതാനുഭവങ്ങളിലൂടെ ചില സൂചനകൾ നൽകിയിട്ടുണ്ടാവാം. പക്ഷെ അവർക്ക് ആ സന്ദേശം മനസ്സിലായില്ല. എന്നിട്ടാണോ ഒരു ദൂതനെ അയക്കുന്നത്? അതെ, അതിനുശേഷമാണ് ദൈവം ഒരു ദൂതനെ അയക്കുന്നത്. എങ്ങനെയുള്ള ആളെയാണ് അയച്ചത്? കാര്യങ്ങൾ വ്യക്തമായി വിശദീകരിക്കാൻ കഴിവുള്ള, അവരുടെ അതേ ഭാഷ സംസാരിക്കുന്ന ഒരാളെ. ഓഹോ. അതായത് ദൈവം നേരിട്ട് സംസാരിക്കാൻ ഒരാളെ അയക്കുകയാണ്, കാര്യങ്ങൾ വളച്ചുകെട്ടില്ലാതെ നേരെ ചൊവ്വേ പറയാൻ. ഇത് ദൈവത്തിന്റെ കാരുണ്യമാണ് എന്നാണ് ഈ കുറിപ്പുകൾ അടിവരയിട്ട് പറയുന്നത്. ഫറോനെ പോലും രക്ഷിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന ചിന്ത, അത് വളരെ വലുതാണ്. അതെ. പക്ഷേ ഇതൊരു ആശയമെന്ന നിലയിൽ നല്ലതാണെങ്കിലും പ്രായോഗികമായി എത്രത്തോളം ബുദ്ധിമുട്ടാണ്. ഉദാഹരണത്തിന്, നമ്മളെ വ്യക്തിപരമായി ഉപദ്രവിച്ച ഒരാളോട്, അല്ലെങ്കിൽ സമൂഹത്തിൽ വലിയ തിന്മ ചെയ്യുന്ന ഒരാൾക്ക് മാർഗദർശനം നൽകുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതൊരു വൈകാരികമായ വെല്ലുവിളിയല്ലേ? തീർച്ചയായും. അയാൾ നന്നാകണം എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ അയാൾക്ക് ശിക്ഷ കിട്ടണം എന്നല്ലേ നമ്മൾ ആദ്യം ആഗ്രഹിക്കുക? വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഇവിടെ മാർഗദർശനം നൽകുക എന്ന് പറയുമ്പോൾ അയാളുടെ തിന്മയെ അംഗീകരിക്കുക എന്നർത്ഥമില്ല. ഓക്കെ. മറിച്ച് നമ്മുടെ ഉള്ളിലെ ചിന്തയെ മാറ്റുക എന്നതാണ് പ്രധാനം. നമ്മുടെ ഊർജം മുഴുവൻ അയാളുടെ നാശത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിനോ ആഗ്രഹിക്കുന്നതിനോ പകരം സത്യം അയാളിലേക്ക് എത്തട്ടെ എന്ന് ചിന്തിക്കുന്നതിലേക്ക് മാറ്റുക. ഫറവോന്റെ കാര്യത്തിൽ ദൈവം ചെയ്യുന്നത് അതാണ്. ശിക്ഷിക്കുന്നതിനു മുൻപ് നന്നാകാനുള്ള എല്ലാ വാതിലുകളും തുറന്നുകൊടുക്കുന്നു. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് അയാളുടെ പ്രവൃത്തിയെ വെറുക്കുമ്പോഴും ആ വ്യക്തിക്ക് നേർവഴി കാണാൻ ഒരു അവസരമുണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അതൊരു ആന്തരികമായ മാറ്റമാണ്. കൃത്യമായി. അതിനൊരു മറുവശം കൂടിയുണ്ട്. അത് നമ്മളെക്കുറിച്ചാണ്. നമ്മളെക്കുറിച്ചോ? അതെങ്ങനെ? ഫറവോനോട് പോലും കരുണ കാണിക്കാൻ തയ്യാറായ ഒരു ദൈവമാണ് നമ്മുടേതെങ്കിൽ പിന്നെ നമുക്ക് നമ്മെക്കുറിച്ച് എന്തിനു സംശയം തോന്നണം? ശരിയാണ്. ഞാൻ ചെയ്ത തെറ്റുകൾക്ക് ദൈവം ക്ഷമിക്കുമോ എന്ന ചോദ്യം, അത് പലപ്പോഴും നമ്മളെ അലട്ടാറുണ്ട്. പക്ഷേ ഫറവോന്റെ ഉദാഹരണം കാണിക്കുന്നത് ആ ചോദ്യം തന്നെ അസ്ഥാനത്താണ് എന്നാണ്. നമ്മുടെയും ദൈവത്തിന്റെ ക്ഷമയുടെയും ഇടയിൽ നിൽക്കുന്ന ഒരേയൊരു തടസ്സം നമ്മുടെ സ്വന്തം അഹംഭാവം, നമ്മുടെ ഈഗോ, അതും മാത്രമാണ്. ആ തിരിച്ചറിവ് വളരെ പ്രധാനമാണ്. അപ്പൊ ഫറവോന്റെ കാര്യത്തിൽ പോലും കാരുണ്യമാണ് ദൈവം ആദ്യം പരിഗണിച്ചത്. പക്ഷേ ഫറവോൻ അത് തള്ളിക്കളഞ്ഞത്. മൂസാ നബിയുടെ വാക്കുകൾ കേൾക്കുന്നതിന് പകരം ഇവനൊരു മാരണക്കാരൻ, നുണയൻ എന്നൊക്കെ ലേബലൊട്ടിച്ചുകൊണ്ടാണ്. അതെ. ഈ ലേബലുകളുടെ അപകടത്തെക്കുറിച്ചാണ് നിങ്ങളുടെ രേഖയിലെ അടുത്ത പ്രധാന ആശയമെന്ന് തോന്നുന്നു. അതെ. ഒന്നാമത്തെ പാഠത്തിൽ നിന്ന് രണ്ടാമത്തേതിലേക്ക് വളരെ സ്വാഭാവികമായി നമ്മൾ എത്തുകയാണ്. ഫറവോൻ മൂസാ നബിയുടെ ആശയങ്ങളെ നേരിടുന്നതിനു പകരം
അദ്ദേഹത്തെ ഒരു ലേബലിൽ ഒതുക്കി. അത് തന്നെ. ഇതുതന്നെയാണ് രണ്ടാമത്തെ പാഠത്തിന്റെ കാതലും. സൂറ് ഗാഫറിലെ 25-ാം വാക്യം ഇവിടെ എടുത്തു കാണിക്കുന്നുണ്ട്. ആ ഭയാനകമായ വാക്യം അല്ലേ? മൂസാ നബിയിൽ വിശ്വസിക്കുന്നവരുടെ ആൺമക്കളെ കൊന്നുകളയാനും പെൺമക്കളെ മാത്രം ജീവിക്കാൻ വിടാനും ഫറവോന്റെ ആളുകൾ പറയുന്നു. അതെ. ഒരു മിനിറ്റ്, ഈ കുറിപ്പുകളിൽ ഒരു പ്രകോപനപരമായ ചോദ്യം ചോദിക്കുന്നുണ്ടല്ലോ. ഫറവോൻ ചെയ്തത് തെറ്റായിരുന്നോ? ഇത് കേൾക്കുമ്പോൾ തന്നെ എനിക്കൊരു അപാകത തോന്നുന്നുണ്ട്. പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് എപ്പോഴും തെറ്റല്ലേ? പിന്നെ എന്തിനാണ് ഇങ്ങനൊരു ചോദ്യം ഇവിടെ ഉന്നയിക്കുന്നത്? ആ ചോദ്യം കൊണ്ട് ഈ രേഖ എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്? നല്ല ചോദ്യം. തീർച്ചയായും കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് തെറ്റാണ്. അതിൽ സംശയമില്ല. ആ ചോദ്യം ഒരു ന്യായീകരണത്തിനല്ല. പിന്നെയോ? മറിച്ച് ഒരു ചിന്താ പരീക്ഷണത്തിനാണ്. എങ്ങനെയാണ് മനുഷ്യർ ഏറ്റവും ക്രൂരമായ പ്രവർത്തികളെപ്പോലും ന്യായീകരിക്കുന്നത് എന്ന് കാണിക്കാൻ. ഓഹോ. ഫറവോന്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാൽ അയാൾക്ക് പറയാം, ഞാൻ രാജ്യത്ത് നിയമവാഴ്ച നിലനിർത്തുകയാണ്. ഇവരൊരു പുതിയ ആശയവുമായി വന്ന് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് രാജ്യസുരക്ഷയെ കരുതി ഞാൻ കടുത്ത നടപടികളെടുക്കുന്നു. ഇങ്ങനെയൊരു ന്യായം അയാൾക്ക് പറയാം. ഓഹോ, അപ്പോ ലേബലുകൾ വരുന്നത് അവിടെയാണ്. രാജ്യദ്രോഹികൾ, വിഘടനവാദികൾ എന്നൊക്കെ ലേബൽ ഒട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തു ക്രൂരതയും ന്യായീകരിക്കാം എന്നാണോ? അതാണ് കാര്യം. നിരപരാധികളായ മനുഷ്യരുടെ മേൽ തീവ്രവാദി, കുടിയേറ്റക്കാരൻ, മുസ്ലിം, ജൂതൻ, കാഫിർ എന്നിങ്ങനെയുള്ള ഏതെങ്കിലും ലേബലുകൾ പതിക്കുന്നതുകൊണ്ട് മാത്രം നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ ശരിയാവുന്നില്ല. ശരിയാണ്. ഒരു പുരോഗമനം അതിനിരയാവുന്നയാൾക്ക് ഒരു പ്രത്യേക ലേബലുള്ളതുകൊണ്ട് ശരിയാകുന്നില്ല. ആ ലേബൽ ഒരു മറയായി ഉപയോഗിക്കുകയാണ്. ഇത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ദിവസവും കാണുന്നതാണല്ലോ. ഒരാളുടെ പ്രൊഫൈൽ ചിത്രം കണ്ടോ അല്ലെങ്കിൽ ഒരു കമന്റ് കണ്ടോ നമ്മൾ അയാളെ അങ്ങനെ എന്ന് ലേബൽ ചെയ്യും. പിന്നെ അയാൾ എന്തു പറഞ്ഞാലും ആ ലേബലിലൂടെ നമ്മൾ കേൾക്കൂ. അയാളുടെ വ്യക്തിത്വം, അയാളുടെ സാഹചര്യങ്ങൾ അതൊന്നും നമ്മൾ പരിഗണിക്കില്ല. ഫറവോൻ ചെയ്തതിന്റെ ഒരു ചെറിയ പതിപ്പല്ലേ അത്? തീർച്ചയായും ആധുനിക കാലത്തെ ഫറവോനിസമാണത്. ആ രേഖയിൽ പറയുന്ന ഭയാനകമായൊരു ഉദാഹരണമുണ്ട്. നാസികൾ ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്തത്, ആ ഹോളോകോസ്റ്റ്. അതൊരു നല്ല കാര്യമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ഭയാനകം തന്നെ. അതൊന്ന് ആലോചിച്ചു നോക്കൂ. എത്ര ഭീകരമായ ചിന്തയാണത്. മനുഷ്യരെ ജീവനോടെ കത്തിക്കുന്നത് എങ്ങനെയാണൊരു നല്ല കാര്യമാകുന്നത്? അതിനെങ്ങനെയാണ് ഒരാൾക്ക് പിന്തുണയ്ക്കാൻ കഴിയുന്നത്? കാരണം അവർക്ക് ജൂതൻ എന്ന ലേബൽ നൽകി. ആ ലേബലിനകത്ത് അവരെ തളച്ചിട്ടപ്പോൾ അവർ മനുഷ്യരാണെന്ന കാര്യം മറന്നുപോയി. ഇതിനോട് ചേർത്ത് വയ്ക്കാവുന്ന മറ്റൊരു ഖുർആൻ വാക്യം കൂടി ഈ രേഖയിൽ പരാമർശിക്കുന്നുണ്ടല്ലോ. സൂറ അൽ കഹ്ഫിലെ 30-ാം വാക്യം. അതെ, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് നാം അവരുടെ പ്രതിഫലം പാഴാക്കുകയില്ല എന്ന്. ഇവിടെ വിശ്വസിക്കുക എന്ന് പറഞ്ഞതിനു ശേഷം സൽക്കർമ്മങ്ങൾ എന്ന് ദൈവം എടുത്തു പറയുന്നതിന്റെ കാരണം എന്തായിരിക്കാം? വെറുതെ വിശ്വസിച്ചാൽ പോരെ? അതിന് വ്യക്തമായൊരു കാരണമുണ്ടെന്ന് ഈ കുറിപ്പുകൾ പറയുന്നു. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ സ്വാഭാവികമായും അതേ വിശ്വാസമുള്ള മറ്റുള്ളവരുമായി നമ്മൾ ഒരുമിച്ച് കൂടുന്നു. ശരിയാണ്, ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവും. അതെ. അപ്പോൾ മുസ്ലിങ്ങളെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പേരിലോ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു ഐഡന്റിറ്റി ഉണ്ടാകുന്നു. പിന്നീട് ആ ഗ്രൂപ്പിലുള്ളവരെ മാത്രം പിന്തുണയ്ക്കാനും മറ്റുള്ളവരെ അവഗണിക്കാനുമുള്ളൊരു പ്രവണത, നമ്മളും അവരും എന്നൊരു വേർതിരിവ്. കൃത്യമായി ആ ഒരു അപകടം വരാം. ഓഹോ, അപ്പോ അത് ഒഴിവാക്കാനാണ് വിശ്വസിക്കുക എന്നിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്ന് വ്യക്തമാക്കിയത്. സൽക്കർമ്മങ്ങൾക്ക് ലേബലുകളില്ല. അതെ, സൽക്കർമ്മങ്ങൾ അല്ലെങ്കിൽ നീതിയുക്തമായ പ്രവൃത്തികളെന്നാൽ അത് ലേബലുകൾക്കും ഐഡന്റിറ്റികൾക്കും അതീതമാണ്. അത് എല്ലാവർക്കും വേണ്ടിയുള്ള നന്മയാണ്, ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനു വേണ്ടിയുള്ളതല്ല. എല്ലാവരോടും നല്ലവരായിരിക്കുക, നമ്മുടെ സുഹൃത്തുക്കളോടോ നമ്മുടെ ഗ്രൂപ്പിലുള്ളവരോടോ മാത്രമല്ല. അതെ, വിശ്വാസം നമ്മളെ സങ്കുചിതരാക്കാനല്ല, വിശാലഹൃദയരാക്കാനാണ് പഠിപ്പിക്കേണ്ടത്. ഈ ലേബലുകൾ ഉണ്ടാകുന്നത് തന്നെ ഒരു തരം അഹങ്കാരത്തിൽ നിന്നല്ലേ? ഞങ്ങൾ ശരി, അവർ തെറ്റ് എന്ന ചിന്ത. ഒരുപക്ഷേ അതാണ് നിങ്ങളുടെ രേഖയിലെ 3-ാമത്തെ പാഠത്തിന്റെ കാതൽ, അല്ലേ? വിശ്വാസവും വിനയവും തമ്മിലുള്ള ബന്ധം. വളരെ ശരിയാണ്. ആ അഹങ്കാരത്തിനുള്ള മറുമരുന്നാണ് 3-ാമത്തെ പാഠം. അത് വിശ്വാസിയുടെ യഥാർത്ഥ മനോഭാവത്തെക്കുറിച്ചാണ്. അതെ. സൂറ ഗാഫിറിലെ 27-ാം വാക്യമാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഫറവോനും കൂട്ടരും മൂസാനബിയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. ആ ഭീഷണികൾക്ക് മുന്നിൽ മൂസാനബി പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? വിചാരണ നാളിൽ വിശ്വസിക്കാത്ത എല്ലാ അഹങ്കാരികളിൽ നിന്നും എന്റെയും നിങ്ങളുടെയും രക്ഷിതാവിൽ ഞാൻ ശരണം തേടുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്.
ഈ പ്രതികരണം വളരെ രസകരമാണ്. കാരണം സാധാരണഗതിയിൽ അങ്ങനെയൊരു സാഹചര്യത്തിൽ ഒരാൾ എന്തായിരിക്കും പറയുക? ഒരു വെല്ലുവിളി പ്രതീക്ഷിക്കും. അതെ, എന്നെ തൊട്ടുനോക്ക്, ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം എന്നോ പ്രപഞ്ചനാഥൻ എന്റെ കൂടെയുണ്ട്, നിങ്ങളെ നശിപ്പിക്കും എന്നൊക്കെയുള്ള ഒരു പ്രതികരണമാണ് നമ്മൾ പ്രതീക്ഷിക്കുക. പക്ഷേ മൂസാനബി അങ്ങനെയൊന്നും പറയുന്നില്ല. ഇല്ല, അദ്ദേഹം അങ്ങേയറ്റം വിനയാൻവിതനായി ദൈവത്തിലേക്ക് തിരിയുന്നു. തനിക്ക് സ്വയം രക്ഷപ്പെടാൻ കഴിയില്ലെന്നും സഹായം ദൈവത്തിൽ നിന്ന് മാത്രമേ ലഭിക്കൂ എന്നും അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. അദ്ദേഹം പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിച്ചു. അതെ, തന്റെ കഴിവിലോ തന്റെ പ്രവാചകത്വത്തിലോ ഒന്നുമല്ല അദ്ദേഹം ആശ്രയിച്ചത്. മറിച്ച് തന്നെയും ഫറവോനെയും സൃഷ്ടിച്ച ഒരേ രക്ഷിതാവിലാണ് അദ്ദേഹം ശരണം തേടിയത്. ഇതിൽ നിന്ന് നിങ്ങൾക്കുള്ള പാഠം ഇതാണ് എന്നീ കുറിപ്പുകൾ വ്യക്തമാക്കുന്നു. ഒരു വിശ്വാസിയായിരിക്കുന്നതിൽ അഹങ്കരിക്കാനൊന്നുമില്ല. അത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം മാത്രമാണ്. ശരിയാണ്. ഞങ്ങൾ മുസ്ലിമുകളാണ് എന്ന് പറയുന്നതിൽ ഒരു പ്രൗഢിയോ അഹങ്കാരമോ ആവശ്യമില്ല. കാരണം നമ്മുടെ ഓരോരുത്തരുടെയും യഥാർത്ഥ അവസ്ഥ, നമ്മുടെ വിശ്വാസത്തിന്റെ ആഴം, അതെല്ലാം ദൈവത്തിനു മാത്രമേ അറിയൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ചിന്തയിൽ ഒരു ചെറിയ എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം വരുത്തുന്നത് നല്ലതാണെന്ന് ഈ കുറിപ്പുകൾ പറയുന്നു. എന്ത് മാറ്റമാണ്? ഞങ്ങൾ മുസ്ലിമുകളാണ് എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ നല്ലത് ഞങ്ങൾ ദൈവത്തെ ആശ്രയിക്കുന്നു എന്ന് ചിന്തിക്കുന്നതാണ്. അതിലൊരു വലിയ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം ഒന്ന് വിശദീകരിക്കാമോ? അത് കേൾക്കുമ്പോൾ രണ്ടും ഒരുപോലെയല്ലേന്ന് തോന്നാം. പക്ഷെ അങ്ങനെയല്ല. ഞങ്ങൾ മുസ്ലിംകളാണ് എന്ന് പറയുമ്പോൾ അതൊരു ഐഡന്റിറ്റിയെ, ഒരു ലേബലിനെയാണ് സൂചിപ്പിക്കുന്നത്. അതിൽ ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഒരു അഹങ്കാരം കലരാം. ഞങ്ങൾ ശരിയായ പാതയിലാണ്, മറ്റുള്ളവർ തെറ്റിലാണ് എന്നൊരു ധ്വനി അതിൽ വരാം. അതൊരു സ്റ്റാറ്റിക്കായ അവസ്ഥയാണ്. ഓക്കേ. എന്നാൽ ഞങ്ങൾ ദൈവത്തെ ആശ്രയിക്കുന്നു എന്നു പറയുമ്പോഴോ അതൊരു ഡൈനാമിക്കായ പ്രവൃത്തിയാണ്. ഓരോ നിമിഷവും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അതൊരു സമർപ്പണമാണ്. അതെ, അത് പൂർണ്ണമായ സമർപ്പണത്തെയും വിനയത്തെയുമാണ് കാണിക്കുന്നത്. നാം ശക്തിയില്ലാത്തവരാണെന്നും എല്ലാത്തിനും കഴിവുള്ളവൻ ദൈവം മാത്രമാണെന്നുമുള്ള ആഴത്തിലുള്ള തിരിച്ചറിവാണത്. ആ മനോഭാവമാണ് മൂസാ നബി കാണിച്ചത്. വളരെ വ്യക്തമായി. അപ്പോൾ നിങ്ങൾ നൽകിയ ഈ രേഖയിൽ നിന്ന് 3 സുപ്രധാന ചിന്തകളാണ് നമ്മളിന്ന് ചർച്ച ചെയ്തത്. അവ പരസ്പരം ബന്ധപ്പെട്ടു കിടക്കുന്നു. അതെ. ഒന്നാമതായി, തിന്മ കാണുമ്പോൾ ശിക്ഷയെക്കുറിച്ച് ചിന്തിക്കുന്നതിനു പകരം മാർഗദർശനത്തെക്കുറിച്ച് ചിന്തിക്കുക എന്ന കാരുണ്യത്തിന്റെ പാഠം. ഫറവോനോട് പോലും കരുണ കാണിക്കാൻ ദൈവം തയ്യാറാണെങ്കിൽ നമുക്കും മറ്റുള്ളവരോട് കരുണ കാണിക്കാം. ഒപ്പം ദൈവത്തിന്റെ കാരുണ്യത്തിൽ നമുക്കും പ്രത്യാശ വയ്ക്കാം. ആ കാരുണ്യം നിരസിക്കാൻ മനുഷ്യർ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ലേബലുകൾ. അതാണ് രണ്ടാമത്തെ പാഠം. അതെ, മനുഷ്യരെ ലേബലുകൾക്കപ്പുറം കാണുക. കുടിയേറ്റക്കാരൻ, തീവ്രവാദി തുടങ്ങിയ ലേബലുകൾ മാറ്റി അവരെ നമ്മെപ്പോലെയുള്ള മനുഷ്യരായി കണ്ടു പെരുമാറുക. സൽക്കർമ്മങ്ങൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിനായി ഒതുക്കാതെ എല്ലാവർക്കുമായി ചെയ്യുക. ഈ ലേബലുകളുണ്ടാക്കുന്ന അഹങ്കാരത്തിനുള്ള മറുമരുന്നാണ് മൂന്നാമത്തെ പാഠം. കൃത്യമായി. വിശ്വാസം അഹങ്കാരത്തിനുള്ള കാരണമല്ല, മറിച്ച് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാനും വിനയാൻവിതനാകാനുമുള്ള ഒരു അവസരമാണ്. ഞങ്ങൾ എന്ന ഐഡന്റിറ്റിയെക്കാളും ദൈവത്തിൽ ആശ്രയിക്കുന്നവർ എന്ന മനോഭാവം വളർത്തുക. അതെ, ഈ 3 പാഠങ്ങളെയും നമ്മുടെ സ്വന്തം ചിന്തയുമായി ഈ രേഖ ബന്ധിപ്പിക്കുന്നു. അപ്പോൾ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളോട് സ്വയം ചോദിക്കാനായി ഒരു ചോദ്യം ബാക്കി വയ്ക്കാം. എന്താണ് ആ ചോദ്യം? നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഈ 3 കാര്യങ്ങളിൽ കാരുണ്യം, ലേബലുകളില്ലാത്ത കാഴ്ചപ്പാട്, വിനയം ഏതാണ് പ്രാവർത്തികമാക്കാൻ ഏറ്റവും പ്രയാസമായി നിങ്ങൾക്ക് തോന്നുന്നത്? എന്തുകൊണ്ടായിരിക്കാം അത്? ആ ചിന്തയുമായി ഇന്നത്തെ ഈ ചർച്ച നമുക്ക് അവസാനിപ്പിക്കാം.